കാട്ടകാമ്പൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അധീനതയിലുള്ള പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിശേഷങ്ങളുടെ തുടർച്ചയാണ് എൻ്റെ വിദ്യാലയത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നത്. ശതോത്തര ജൂബിലിയും പിന്നിട്ട് അക്ഷരവഴിയിലൂടെ മുന്നേറുകയാണ് ഈ വിദ്യാലയ മുത്തശ്ശി. സ്കൂളിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻചോട്ടിലാണെൻ്റെ വിദ്യാലയം. കലാരംഗത്തെ മികവിനൊപ്പം തന്നെ കായിക രംഗത്തും കയ്യൊപ്പ് ചാർത്തുന്ന പാരമ്പര്യമാണ് പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റേത്. മേഖലയിലെ ഏറ്റവും മികച്ച ഗ്രൗണ്ടുകളിലൊന്നാണ് ഈ വിദ്യാലയത്തിൻ്റേത്. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഇവിടെ കായിക ഇനങ്ങളിൽ വ്യക്തിഗത മികവുള്ളവരുമുണ്ട്. ഹാൻഡ്ബോൾ, ഫുട്ബോൾ, കബഡി, ഹോക്കി എന്നിനങ്ങളിലെല്ലാം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതായി കായികാധ്യാപകൻ സുജേഷ് പറഞ്ഞു. കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. ഉപജില്ലയിൽ ഹോക്കി ടീമുള്ള ഏക വിദ്യാലയം കൂടിയാണ് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും സുജേഷ് മാസ്റ്റർ കൂട്ടിച്ചേർത്തു. കായികക്ഷമത കൈവരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ നടക്കാറുള്ളത്. ഹാൻഡ്ബോൾ, ഫുട്ബോൾ, കബഡി, ഹോക്കി, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലായി 300ഓളം കുട്ടികൾ വൈകുന്നേരങ്ങളിൽ 4 മണി മുതൽ 6 മണി വരെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ല കായിക പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളായ കായിക താരങ്ങൾ നമ്മളെ വിദ്യാലയത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് കുന്നംകുളം ഉപജില്ലയിൽ തന്നെ ഹോക്കി ടീമുള്ള ഏക വിദ്യാലയം പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഒതപ്പ് എന്നാൽ നിഘണ്ടുവിൽ പ്രത്യേക അർത്ഥം കാണാൻ കഴിയുന്നില്ല. മറ്റൊരാൾക്ക് ഒതപ്പ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ അഥവാ പ്രലോഭനം ഉണ്ടാക്കരുത് എന്നാണ്. ഈ നോവലിലെ പ്രധാന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മാർഗനീത എന്ന കന്യാസ്ത്രീയാണ്. ഈ കന്യാസ്ത്രീയുടെ ഇടയിലേക്ക് കരീക്കൻ എന്നൊരു പുരോഹിതൻ കടന്നു വരുന്നു. കുട്ടികളിലെ വ്യക്തിത്വ വികസനം, മാനസിക വളർച്ച എന്നിവ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതിനായി സ്കൂളിൽ ഒരു കൗൺസിലറുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പഠന വൈകല്യം തുടങ്ങിയവയാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് കൗൺസിലറായ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. വിദഗ്ധരായ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാറുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതി പ്രകാരം എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്കൂൾ കൗൺസിലേഴ്സിന്റെ സേവനം ഇന്ന് ലഭ്യമാണ്. കുട്ടികളിൽ, രക്ഷിതാക്കളിൽ, അധ്യാപകരിൽ വ്യക്തിപരമായ കൗൺസിലിംഗ്, ഗ്രൂപ്പ് കൗൺസിലിംഗ് കൂടാതെ വ്യക്തിത്വ വികസനം, മാനസിക വളർച്ച എന്നിവ വർദ്ധിപ്പിക്കാനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കൂടാതെ ആവശ്യാനുസരണം വിദഗ്ധരായ ഡോക്ടർമാരുടെയും പോലീസിൻ്റെയും കൂടാതെ ലീഗൽ അതോറിറ്റിയും സേവനം ഈ കൗൺസിലിംഗ് മുഖേന എനിക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന മാനസിക വെല്ലുവിളികൾ ഇവയൊക്കെയാണ്: ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പഠന വൈകല്യം, സ്വഭാവ വൈകല്യം, വിഷാദം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഓർ ന്യൂറോ ഡെഫിഷ്യൻസി ഡിസോർഡർ. ഇവയെല്ലാം തരണം ചെയ്യുവാൻ കുട്ടികളിൽ, അതുപോലെ തന്നെ അധ്യാപകരിൽ, രക്ഷിതാക്കളിൽ വളരെയധികം ബോധവൽക്കരണത്തിൻ്റെയും അതുപോലെ സ്കൂൾ കൗൺസിലിംഗ് എന്നത് കൂടുതലായി എത്തിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്വം കൂടി ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റ് എയ്ഡഡ് സ്കൂളുകളിലും ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിലും ഇതുപോലെയുള്ള സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സേവനം ലഭ്യമാക്കണമെന്നത് എൻ്റെ ഒരു അഭിപ്രായം കൂടിയാണ്. أيها الأساتذة الكرام والزملاء الأحباء السلام عليكم. نريد أن نلقي أمامكم حوارا صغير الذي نلقي في السوق. صباح النور، كيف الحال؟ زين الحمد لله. أنت لماذا جئت هنا؟ جئت للإشتراء الخضروات والفواكه. أنت هنا؟ أنا أيضا اشتراء للخضروات والفواكه. هل اشتريت؟ نعم أنا اشتريت. ماذا تريد بعد؟ أريد إلى أرض البيت. شكرا. عفوا. ഭിന്നശേഷിയുള്ള 30ഓളം വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിൽ പഠനം നടത്തുന്നുണ്ട്. കാഴ്ച, ശ്രവണ, മാനസിക വൈകല്യങ്ങളുള്ള ഇത്തരം കുട്ടികൾക്കായി സ്വാശ്രയ പദ്ധതി പ്രകാരം കമ്മൽ, മാല, സോപ്പ്, ചന്ദനത്തിരി, ഫിനോയിൽ എന്നിവ നിർമ്മിക്കാനുള്ള പരിശീലനം നൽകി വരുന്നതായി അധ്യാപിക ശ്രീജ പറഞ്ഞു. റിസോഴ്സ് റൂമിന്റെ സൗകര്യക്കുറവ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീജ ടീച്ചർ വ്യക്തമാക്കി.
എൻ്റെ പേര് ശ്രീജ. ഞാൻ പഴഞ്ഞി സ്കൂളിലത്തെ റിസോഴ്സ് അധ്യാപികയാണ്. പഴഞ്ഞി സ്കൂളിലെ 30 കുട്ടികൾ ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് വ്യത്യസ്ത ഡിഫറൻ്റ്ലി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. വിഷ്വലി ഇമ്പയേർഡ്, ഹിയറിംഗ് ഇമ്പയേർഡ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ലേണിംഗ് ഡിസബിലിറ്റി എന്നീ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. ഓരോരുത്തരുടെയും പഠന രീതി വ്യത്യസ്തമാണ്. എങ്കിലും അവരുടെ വൊക്കേഷണൽ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും ഭാവിയിൽ വൊക്കേഷണൽ ഇത് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പഴഞ്ഞി സ്കൂളിൽ തുടങ്ങിയതാണ് സ്വാശ്രയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. അതുവഴി കുട്ടികൾക്ക് ചന്ദനത്തിരി അഗർബത്തി മേക്കിങ്, ഫിനോയിൽ, സോപ്പ്, അതുപോലെ കമ്മൽ എന്നെല്ലാത്തിലും പരിശീലനം നൽകി വരുന്നു. അതുപോലെ അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സ്പീച്ച് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു റിസോഴ്സ് റൂമിൻ്റെ അപര്യാപ്തത അവരുടെ ഇതിൽ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അവർക്ക് ഒരുമിച്ച് ഒത്തുകൂടാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള കുറവ് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പുന്നാരപ്പനന്തത്ത് ദൂരെ, ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോണ്ട് കേക്കണ് പഞ്ചാരപ്പനന്തത്ത് കൂടെ, പൂവരശിൻ ചില്ലയൊന്നിൽ കിളി രണ്ടും കൂടണഞ്ഞേ, മാരിവില്ലിൻ തീരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ. മേഖലയിൽ ആദ്യമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം തുടങ്ങിയ വിദ്യാലയമാണ് പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. സാമൂഹ്യ പ്രതിബദ്ധതയും നേതൃഗുണമുള്ളവരുമായി പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് SPC സംവിധാനത്തിന് തുടക്കം കുറിച്ചതെന്ന് കുന്നംകുളം അഡീഷണൽ SI MK പ്രഭാകരൻ പറഞ്ഞു. പുതിയതായിട്ട് വരുന്ന നമ്മുടെ കുട്ടികളുടെ സാമൂഹ്യ സുരക്ഷിതത്വ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതാ ബോധവും വളർത്തിയെടുക്കുന്നതിനും അവരിൽ ലീഡർഷിപ്പ് മൈൻഡ് വളർത്തിക്കൊണ്ടുവരുന്നതിനും മറ്റുമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരള സർക്കാർ കേരള പോലീസ് സ്റ്റുഡൻസ് കേഡറ്റിന് രൂപം നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ പഴയ SP കമ്മീഷണറും നമ്മുടെ DIGയുമായിട്ട് വരുന്ന വിജയൻ സാറിൻ്റെ ആശയമാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ മുന്നിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കുട്ടികൾക്ക് NCC കൊടുക്കുന്ന പോലെ ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ANT സോഷ്യൽസിനെ നമുക്ക് കണ്ടെത്തുന്നതിന് ഇവരിൽ നിന്നുള്ള ഇൻഫർമേഷനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഹാൻഡ്സ്, ഇലിസിറ്റ് ലിക്കർ, ഗഞ്ച, അത്തരം മാഫിയകളെ കുറിച്ചുള്ള വിവരങ്ങൾ ധാരാളം നമുക്ക് കുട്ടികൾ വഴി ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിടിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഒരു ലീഡർഷിപ്പ് മൈൻഡ് വളർത്തുന്നതിനും അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് നല്ല ഉത്തമ പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുന്നതിനും ഇതുവഴി സാധിക്കുന്നുണ്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതേ, പൊന്നും തേനും വായമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. കഴിഞ്ഞ 5 വർഷമായി ഈ വിദ്യാലയത്തിൽ SPC സംവിധാനം വിജയകരമായി നടന്നുവരികയാണ്. PTA-യുടെയും അധ്യാപകരുടെയും നിർലോഭമായ പിന്തുണയും സഹകരണവും ലഭിക്കുന്നുണ്ടെന്ന് SPC ചുമതലയുള്ള കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PA ഭുവനേശൻ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിൽ SPC പ്രോഗ്രാം നടന്നു വരാണ്. കുട്ടികളുടെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി ഇപ്പോൾ 6ാമത്തെ ബാച്ചാണ് പഴഞ്ഞി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ബാച്ചുകളും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ PTA-യുടെ സഹകരണം, അതേമാതിരി മാഷുമാരുടെ സഹകരണം, അങ്ങനെ എല്ലാ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള CA സാറിൻ്റെ അടുത്തു നിന്നുള്ള SI സാറിൻ്റെ അടുത്തു നിന്നുള്ള സഹകരണം കൊണ്ട് ഇവിടെ SPC നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ദാരംഗാവിയിലെ വേലപൂരം കാണാൻ എന്തടക്കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ,
മന്ദാരങ്കാവിയിലെ വെള്ളപൂരം കാണാ എന്തടക്കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. വേറിട്ട രീതിയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് വിദ്യാലയത്തിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ഭാഗത്തു നിന്നുള്ളത്. അച്ചടക്കവും സേവന തൽപരതയും വർദ്ധിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് CI, SI എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്ന് വിദ്യാലയത്തിൽ SPCയുടെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ സോമൻ പറഞ്ഞു. 2006 ജനകീയം പദ്ധതിയുടെ ഭാഗമായി കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു ഉജ്ജ്വലമായ പരിപാടിയാണ് SPC. 2010 100 സ്കൂളുകളെ ആദ്യം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിനും SPC യൂണിറ്റ് ആരംഭിക്കാൻ സാധിച്ചു. വളരെ മികച്ച രീതിയിൽ വേറിട്ട പ്രവർത്തനങ്ങളുമായാണ് ഈ വിദ്യാലയത്തിലെ SPC യൂണിറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ്റെ അകമഴിഞ്ഞ സഹായവും കുന്നംകുളം CI, SI അതുപോലെ തന്നെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഭുവനേഷ്, സോജുമോൻ എന്നിവരുടെ കൃത്യമായ പഠന രീതികളും ഇതിന് മാറ്റുകൂട്ടുന്നു. നമ്മുടെ വിദ്യാർത്ഥികളിൽ അച്ചടക്കത്തോടൊപ്പം തന്നെ സേവന സന്നദ്ധതയും അതുപോലെ തന്നെ ധൈര്യം, ഇച്ഛാശക്തി എന്നിവ ഉണ്ടാക്കിയെടുക്കാനും വ്യത്യസ്ത ക്ലാസ്സുകളിലൂടെ അവരുടെ ബുദ്ധിവൈഭവത്തെ വളർത്തിയെടുക്കാനും SPCക്ക് സാധിക്കുന്നുണ്ട്. ഈ ഗർഭിണിയാം സാമ്പൻ പ്രസവിക്കും ഒരു ഇരുമ്പുലക്ക, യാദവകുലം മുഴുവൻ അതുകൊണ്ടടിച്ചു മരിക്കും. നാളേറെ ചെന്നില്ല, സാമ്പൻ പ്രസവിച്ചു അത്യുഗ്രമായൊരു ഇരുമ്പുലക്ക. രാഗി പൊടിച്ചവർ ഇരുമ്പുലക്ക പൊടിയാക്കി കടലിൽ കലക്കിയത്രേ. രാഗാൻ കഴിയാതെ വന്നൊരച്ചെറുതരി കടലിൽ എറിഞ്ഞവർ തിരിച്ചു വന്നു. സംസ്ഥാന തലത്തിൽ തന്നെ പഴഞ്ഞി സ്കൂളിന്റെ പേരിന് തിളക്കം നൽകിയതിൽ പ്രധാനമാണ് വിദ്യാലയത്തിലെ പഞ്ചവാദ്യ സംഘം. 2004 പഞ്ചവാദ്യ പരിശീലനം വിദ്യാലയത്തിൽ ആരംഭിച്ചുവെങ്കിലും തുടർന്ന് കൊണ്ടുപോകുവാൻ കഴിയാതെ പോയി. തുടർന്ന് 2013 വീണ്ടും പരിശീലനം ആരംഭിക്കുന്നത്. 2014 58 കുട്ടികളുമായി അരങ്ങേറ്റം കുറിച്ച് ആദ്യ സംഘം പുറത്തിറങ്ങി. കഴിഞ്ഞ വർഷം ജില്ലാതലത്തിൽ വിദ്യാലയത്തിലെ പഞ്ചവാദ്യ സംഘത്തിന് A ഗ്രേഡ് നേടാനായെന്ന് പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന വിജീഷ് കാട്ടകാമ്പൽ പറഞ്ഞു. പഴഞ്ഞി സ്കൂളിൽ ആദ്യമായി പഞ്ചവാദ്യം തുടങ്ങിയത് 2004 ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആ പഠനം പിന്നീട് തുടർന്നത് 2013 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പഞ്ചവാദ്യ ടീമിന് 2014 58 കുട്ടികളായി അരങ്ങേറ്റം കഴിയുണ്ടായി. തുടർന്ന് 16 കുട്ടികളായി വീണ്ടും തുടർന്ന് പഠനം തുടങ്ങിയത് 2016 അരങ്ങേറ്റം ഉണ്ടായി. 2016 യൂത്ത് ഫെസ്റ്റിവലിൽ ജില്ലാതലത്തിൽ A ഗ്രേഡ് വരെ നേടിയ കുട്ടികൾ വിജയത്തിലെത്തി. ഇപ്പോൾ നല്ല രീതിയിൽ പഠനം നടക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾ വളരെയധികം ഉത്സാഹമുള്ള കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികളുടെ മാനസിക ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കലയോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഈ പഞ്ചവാദ്യ പഠനം ഉപകരിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ അന്തരീക്ഷം കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നതാണെന്ന് സ്കൂൾ ലീഡറായ PP കീർത്തി പറഞ്ഞു. ഓരോ കുട്ടിയെയും അടുത്തറിഞ്ഞുള്ള അധ്യയന രീതിയാണ് ഇവിടുത്തെ അധ്യാപകരുടേതെന്നും കീർത്തി കൂട്ടിച്ചേർത്തു. ഞാൻ ഇവിടെ 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഇവിടുത്തെ സ്കൂൾ ലീഡറായി കഴിഞ്ഞാലാണ് സ്കൂൾ ലീഡറാവുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാകുന്നു. കാരണം സ്കൂളിൽ ഈ അന്തരീക്ഷം കാണുമ്പോൾ നമുക്കൊരു പഠിക്കൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓരോ ക്ലാസ്സിലായാലും അധികം സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത കാരണം സിമ്പിളായിട്ട് മാഷ്മാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. മറ്റൊരു സ്കൂളിനെ അപേക്ഷിച്ച് കൂടുതൽ ഗ്രാമീണ അന്തരീക്ഷം, പിന്നെ ശുദ്ധവായു ലഭിക്കും. പിന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് തല കയറുന്നൊരു അന്തരീക്ഷമാണ് ഈ സ്കൂളിനുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ഭാഗ്യമാണ് ഞാൻ ഈ സ്കൂളിൽ ചേർന്നത് തന്നെ. എനിക്ക് ഫുൾ A+ കിട്ടിയതും ഇത് കാരണമാണ്.
കാരണം ടീച്ചേഴ്സിൻ്റെ കഠിനാധ്വാനം എൻ്റെ അതിൽ പിന്നിലുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ സ്വേദനം എന്ന പ്രക്രിയയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രക്രിയ ഞങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധിച്ചു. ഇതിലേക്ക് ഒറ്റ വീഴുമ്പോൾ അത് 10 മില്ലി എടുത്ത് നമ്മൾ ബാക്കി വെള്ളം ചേർത്തിട്ടാണ് ഈ വെണ്ടയ്ക്ക് അടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 50 ദിവസം കഴിഞ്ഞാൽ ഈ വെണ്ടയുടെ പൂർണ്ണമായിട്ടും ഈ ഫംഗസ് എന്ന രോഗം മാറും. അങ്ങനെ നല്ല ഫലപുഷ്ടിയായ വെണ്ട നമുക്ക് തിരിച്ചു കിട്ടും. 1992 മുതൽ ഈ വിദ്യാലയത്തിൽ VHSC ആരംഭിച്ചു. എന്നാൽ 2007 മുതലാണ് സ്ഥിരമായ അധ്യാപകരുടെ സേവനം ലഭ്യമായത്. അഭിമാനകരമായ വിജയം നേടാൻ VHSC വിഭാഗത്തിന് കഴിയുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ബേബി ജോർജ് പറഞ്ഞു. ഇവിടെ നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 മുതൽ നമ്മുടെ VHSC വിഭാഗം ഇവിടെ ആരംഭിക്കുകയുണ്ടായി. 2007 മുതൽ നമ്മളുടെ ഇവിടെ സ്കൂളിൽ പെർമനൻറ്റ് ടീച്ചേഴ്സ് വന്നതോടുകൂടി സ്കൂളിൽ നമ്മുടെ VHSC വിഭാഗത്തിൻ്റെ റിസൾട്ട് തന്നെ വളരെ ഒരു അഭിമാനകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് അറിയാം, പല ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിലും മറ്റുള്ള പല സ്കൂളുകളും തഴയുമ്പോൾ നമ്മളെപ്പോലുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ ഈ പൊതുവിദ്യാഭ്യാസത്തിൽ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും അവരുടെ വിദ്യാഭ്യാസം മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി റിസോഴ്സ് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ റിസൾട്ട് നോക്കിയാലും VHSCയിൽ നമ്മൾ വളരെ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ആകെ പടൈത്തോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായന്ന് നേർവഴി കാട്ടിയ മക്കത്തുദിച്ച ഹബീബുള്ള. VHSC വിഭാഗത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കാവശ്യമായ സാധന സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന സ്റ്റാളാണ് ഒരുക്കിയിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് അശ്വതി. ഞാൻ സെക്കൻഡ് MFS സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ മാർക്കറ്റിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവിടെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റോളാണ് മാർക്കറ്റിംഗ് സ്റ്റോള്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ വീട്ടിൽ നിന്ന് ഹോംലി ഫുഡ്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ വിൽക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ലാഭത്തിലേക്കാളുപരി ഞങ്ങൾ പഠനം പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കട തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കട തുടങ്ങാൻ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീച്ചേഴ്സായ ഫാത്തിമ ടീച്ചർ, മധു സാറ്, ടീനു ടീച്ചർ എന്നിവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നാദമായി മനസ്സിൽ ഉയരും കളിച്ചിരികളുമായി നിൻ സ്വരം ഏഴുവർണ്ണങ്ങളണിഞ്ഞവാനിൽ ഒരു കുഞ്ഞു പൂങ്കുയിൽ നാദമായി നീ എന്നിലണയൂ പൂങ്കുയിലേ. 2014 മുതലാണ് ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങിയത്. ഒരു ബാച്ചോടു കൂടിയാണ് ഹയർ സെക്കൻഡറിക്ക് ആരംഭം കുറിച്ചത്. ഇപ്പോൾ ബയോളജി സയൻസിലും ഹ്യൂമാനിറ്റീസിലുമായി 230 കുട്ടികൾ ഇവിടെ പഠനം നടത്തിവരുന്നതായി ഹയർ സെക്കൻഡറിയുടെ ചുമതല വഹിക്കുന്ന രതീഷ് മാസ്റ്റർ പറഞ്ഞു. പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ബാച്ചുകൾ 2014 ആരംഭിച്ചത്. 2014 ബയോളജി സയൻസിൻ്റെ ഒരു ബാച്ചോടു കൂടിയാണ് ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കുന്നത്. ഇപ്പോഴത് ബയോളജി സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് 2 ബാച്ചുകളിലെ 4 ക്ലാസ്സുകളിലായിട്ട് ഏകദേശം 230 കുട്ടികളും അതുപോലെ തന്നെ 11 അധ്യാപകരാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ളത്. أيها الأساتذة الكرام والأصدقاء الأحباء، السلام عليكم ورحمة الله. إني أريد أن ألقي أمامكم تمثيلية فردية عن الطفل الصغير الذي استشهد في 12 من عمره لأن ينال حقوق الأطفال. ماما ماما أين ماما؟ إقبال أنا هذا. ماما نجوع جوعا شديدا نموت من الجوع يا ماما. من يعطي لنا طعام؟ സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് സ്കൂളിന്റെ മികവിന് കാരണമെന്ന് PTA പ്രസിഡന്റ് ഷിബു അന്തിക്കാട് വ്യക്തമാക്കുന്നു. PTA ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ മികച്ച പിന്തുണ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്നുണ്ടെന്നും ഷിബു കൂട്ടിച്ചേർത്തു. ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
നമ്മുടെ ഈ പരിസരങ്ങളിൽ വെച്ച് ഗവൺമെൻറ് സ്കൂളുകളിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളിലൊന്നാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള സ്കൂളിൽ നിന്ന് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കൂളിലെ സാധാരണ സ്കൂളുകളിലെല്ലാം UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം, VHSE ഇതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുക. പക്ഷേ പഴഞ്ഞി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം കൂടെ ഒറ്റ സ്റ്റാഫ് സെക്രട്ടറിയേ ഉള്ളൂ. ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണിത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് VHSEയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായാലും, ഹയർ സെക്കൻഡറി മറ്റുള്ള +1 +2 നടക്കുന്ന പ്രവർത്തനങ്ങളായാലും, ഹൈസ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായാലും, UPയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായാലും, ഇതിൽ എവിടെയാണ് എന്താണ് കോട്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് കുറവുകൾ എന്ന് നോക്കി പരിഹരിച്ച് ചെയ്യാനായിട്ട് എല്ലാ സ്റ്റാഫുകൾക്കും പറ്റുമെന്നുള്ളത് പഴഞ്ഞി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ PTA അംഗങ്ങളുടെ ഒരു പിന്തുണ. ഈ സ്കൂളിൽ ഇതുവരെ പരാതികളില്ലാതെ മുന്നോട്ട് പോകുവാനും എല്ലാ PTA അംഗങ്ങളും ഒത്തൊരുമിച്ച് ഏകസ്വരത്തോടുകൂടെ എന്താവശ്യമാണോ സ്കൂളിന് വേണ്ടത് എന്നുള്ളത് നോക്കി കണ്ടുകൊണ്ട് അതിനെ ആ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ കുറവിനെ നികത്തുവാൻ തക്കവണ്ണം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പഴഞ്ഞി ഹൈസ്കൂളിൻ്റെ ഭാഗ്യമെന്ന് പറയാവുന്നൊരു കാര്യം തന്നെയാണ്. ഞാനിന്ന് പുസ്തക ചർച്ചയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്ന പുസ്തകം APJ അബ്ദുൽ കലാമിൻ്റെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന ഈ ലേഖന സമാഹാരമാണ്. MP സദാശിവനാണ് ഇത് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. ഈ പുസ്തകം വിദ്യാർത്ഥികൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഇതിൽ ഒത്തിരിയേറെ കഴിവുകളുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ പതനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ പ്രതിപാദിക്കുന്നുണ്ട്. APJ അബ്ദുൽ കലാം ഈ പുസ്തകത്തിലൂടെ നമ്മെ സ്വപ്നം കാണുവാനും ആ സ്വപ്നങ്ങൾ ചിന്തകളായി മാറുവാനും ആ ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കുവാനും പ്രേരിപ്പിക്കുന്നു. പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നിർലോഭമായ പിന്തുണയും സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ സുരേഖയാണ് ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. മികച്ച വിദ്യാഭ്യാസ നിലവാരമാണ് ഈ വിദ്യാലയത്തിൻ്റെതെന്ന് സുരേഖ അഭിപ്രായപ്പെട്ടു. പഴഞ്ഞി ഹയർ സെക്കൻഡറി സ്കൂൾ, ഞാൻ അതിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയിട്ടാണ്. ഈ സ്കൂളിൽ മറ്റു സ്കൂളിനെ സംബന്ധിച്ച് പഠന കാര്യത്തിലായാലും മറ്റു പ്രവർത്തന കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ്. ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. അഭിമാനകരമായ പ്രവർത്തനമാണ് ഈ വിദ്യാലയത്തിൻ്റേത്. പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണയാണുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ പറയുന്നു. പഠന നിലവാരത്തെയും ഭൗതിക സാഹചര്യങ്ങളുടെ കുറവിനെയും കുറിച്ചുള്ള ആശങ്കയും നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് പഠന നിലവാരത്തിലും ഭൗതിക സൗകര്യങ്ങളുടെയും കാര്യത്തിൽ മറ്റേത് വിദ്യാലയങ്ങളോടും കിടപിടിക്കാവുന്നതാണ് പൊതുവിദ്യാലയങ്ങളെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ഒരു പൊതുവിദ്യാലയത്തെ സംബന്ധിച്ച് ഒരു പൊതുധാരണ ഇവിടെ നിലനിൽക്കുകയാണ്. അതായത് പൊതുവിദ്യാലയങ്ങളെല്ലാം വളരെ മോശകരമാണ് എന്നുള്ള ഒരു നിലവാരത്തിലാണ് പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ ആ പൊതുസമൂഹത്തിൻ്റെ ധാരണ മാറ്റിയെടുക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനം പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വലിയ തോതിലുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഇവിടുത്തെ മെയിൻ്റനൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ജില്ലാ പഞ്ചായത്തിൻ്റെ സജീവമായിട്ടുള്ള ശ്രദ്ധ ഈ പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി പോകുന്നുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഏകദേശം ഇവിടെ മെയിൻ്റനൻസിന് വേണ്ടി ഇത്തവണ തന്നെ 7 ലക്ഷം രൂപയോളം നമുക്കിടെ അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും വളരെ നല്ല രീതിയിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ജില്ലയിലെ 13 സ്കൂളുകളിലാണ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ പ്രവർത്തനം സർക്കാർ ഹൈസ്കൂളുകളിൽ നടക്കുന്നത്. അതിൽ ഒരു മികച്ച സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒരു സ്കൂളാണ് പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂൾ. ഏകദേശം 88ഓളം വിദ്യാർത്ഥികൾ 8ാം ക്ലാസ് മുതലുള്ള ജൂനിയർ അല്ലെങ്കിൽ സീനിയർ എന്നീ വിഭാഗത്തിൽ 44 എന്ന വിധത്തിൽ 88ഓളം കുട്ടികൾക്ക് പരിശീലനം നൽകി ഒരു സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ ഭംഗിയായി നടക്കുന്നു.
ആദ്യമായി ഞാൻ അവതരിപ്പിക്കുന്നത് ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്നുള്ള ഒരു ശബ്ദമാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമാകും? നിങ്ങളുടെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിൽ. ഈ 4 വിഭാഗത്തിലുമുള്ള അധ്യാപകർ ഒത്തൊരുമയോടെയാണ് പ്രവർത്തിക്കുന്നത്. അധ്യാപകരുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഈ വിദ്യാലയത്തെ വേറിട്ടതാക്കുന്നതെന്ന് സ്റ്റാഫ് സെക്രട്ടറിയായ പ്രസാദ് മാസ്റ്റർ വ്യക്തമാക്കുന്നു. പഴഞ്ഞി ഗവൺമെൻറ് സ്കൂളിൽ 4 വിഭാഗമായിട്ടാണ് ക്ലാസ്സുകളുള്ളത്. UP വിഭാഗം, ഹൈസ്കൂൾ, VHSC, ഇപ്പോൾ പുതുതായിട്ട് വന്ന വിഭാഗം ഹയർ സെക്കൻഡറി. ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് പഴഞ്ഞി സ്കൂളിൽ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ, മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാരണ മറ്റ് സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സ്റ്റാഫും ടീച്ചേഴ്സും UP ഹൈസ്കൂൾ വിഭാഗത്തിലെ ടീച്ചേഴ്സും തമ്മിൽ അത്ര ഒരു കോർഡിനേഷൻ ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് പല സ്കൂളുകളിലും. പക്ഷേ പഴഞ്ഞി സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 4 വിഭാഗം ടീച്ചേഴ്സിൻ്റെയും കൂട്ടായ്മ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പഴഞ്ഞി സ്കൂളിൽ ഏത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഈ 4 വിഭാഗം ടീച്ചേഴ്സിൻ്റെയും കൂട്ടായ്മ വളരെ പരമപ്രധാനമാണ്. അത് വളരെ നല്ല നിലയിലാണ് ഈ പഴഞ്ഞി സ്കൂള് പോകുന്നതും അതാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതും. മിക്ക ആഴ്ചകളിലും പഴഞ്ഞി സ്കൂളിനെ കുറിച്ചുള്ളൊരു റിപ്പോർട്ടില്ലാത്ത സാഹചര്യം ഉണ്ടാവാറില്ല പത്രങ്ങളിൽ. അങ്ങനെ മറ്റ് സ്കൂളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പാഠ്യേതര പഠന പ്രവർത്തനങ്ങളിൽ വളരെ മികവ് പുലർത്തുന്ന ഈ UP ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 4 വിഭാഗങ്ങളായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ മുഴുവൻ സപ്പോർട്ടോടുകൂടി നല്ല നിലയിൽ പഴഞ്ഞി സ്കൂള് മറ്റ് സർക്കാർ സ്കൂളുകളെ നേക്കാൾ മുൻപന്തിയിൽ ഉള്ള ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 1400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ 70ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നു. പാഠ്യവിഷയങ്ങളിൽ എന്ന പോലെ കലാകായിക ഇനങ്ങളിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിന്റെ മുതൽക്കൂട്ടെന്ന് പ്രധാന അധ്യാപകനായ സുരേഷ് പറഞ്ഞു. PTA, മാതൃസംഘം എന്നിവരുടെ മികച്ച സഹകരണവും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്നും സുരേഷ് മാസ്റ്റർ പറഞ്ഞു. 1887 സ്കൂൾ ആരംഭിച്ചത്. പിന്നീട് 1992 VHSC കോഴ്സുകൾ ആരംഭിച്ചു. 2014 പ്ലസ് ടു വിഭാഗം ആരംഭിച്ചു. സ്കൂളിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ അക്കാഡമിക് രംഗത്ത് എന്ന പോലെ മറ്റ് എല്ലാ രംഗങ്ങളിലും, കലാരംഗത്തും കായിക രംഗങ്ങളിലും മികച്ച പ്രവർത്തനമാണ് സ്കൂൾ കാഴ്ചവെക്കുന്നത്. ഇതിന് ഇവിടുത്തെ എല്ലാ അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും PTA, SMC, മാതൃസംഗമം അംഗങ്ങളും ത്രിതല പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നമുക്ക് സന്തോഷകരമായൊരു വസ്തുത. അതാണ് UP ഹൈസ്കൂൾ, VHSC ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി ഏകദേശം 1400ഓളം കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അനധ്യാപക തസ്തികകളടക്കം 70ഓളം ജീവനക്കാർ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പൊതുവിദ്യാലയങ്ങൾ തകർച്ചയിൽ ആകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ വളരെ നല്ല രീതിയിൽ, കൂടുതൽ സ്ട്രെങ്തോടുകൂടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഇവിടുത്തെ നാട്ടുകാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ മറ്റ് കമ്മിറ്റികളും എല്ലാ രംഗത്തും നമുക്ക് ഏത് രീതിയിലായാലും നമ്മുടെ സ്കൂളിനോട് സഹകരിച്ചു പോകുന്ന നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള കോർഡിനേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രവർത്തന വഴിയിൽ കല്ലും മുള്ളും നിറഞ്ഞ കനൽപ്പാത താണ്ടിയാണ് ഈ വിദ്യാലയം ഇന്ന് 130ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാകാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. അധ്യാപകരുടെ കൂട്ടായ്മയ്ക്കൊപ്പം നാടും കൈകോർത്തുവെന്നതാണ് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിനെ മികവിലേക്ക് നയിക്കുന്നത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്ന അക്ഷരദീപമാണ് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കാലാന്തരങ്ങളിൽ നേരിട്ട പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് ഇന്നും ഈ വിദ്യാലയം തല ഉയർത്തി നിൽക്കുകയാണ്. പിന്നിട്ട വർഷങ്ങളിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് അക്ഷരമധുരം നുണഞ്ഞത് 10,000-ങ്ങളാണ്. ഇനിയും ഒരുപാട് തലമുറകൾക്ക് അക്ഷര തേജസ്സായി നിലനിൽക്കാൻ ഈ വിദ്യാലയത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വിദ്യാലയത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച കടവല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ വിദ്യാലയത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. നന്ദി, നമസ്കാരം.
മന്ദാരം കാവിലെ വേലപൂരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. നാണം മറന്നു നിളയുടെ കണ്ണിൽ കരിമഷി കലങ്ങി പത്മപൂവിതൾ നാണം മറന്നു. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു.